ഇന്ന് നമുക്ക് 2025 പബ്ലിഷ് ചെയ്തിരിക്കുന്ന കേരള PSCയുടെ ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബുള്ളറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സ്പെഷ്യൽ എഡിഷനാണ്. അതായത് 2024 എല്ലാ കറണ്ട് അഫയേഴ്സും, പ്രധാനപ്പെട്ട എല്ലാ കറണ്ട് അഫയേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എഡിഷനായിട്ടാണ് കേരള PSC ഈ ഒരു ബുള്ളറ്റിന് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2024 എല്ലാ കറണ്ട് അഫയേഴ്സും, പ്രധാനപ്പെട്ട എല്ലാ കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ കവർ ചെയ്യാൻ പറ്റും. ഇനി വരുന്ന ASM-നായാലും സെക്രട്ടേറിയറ്റ് OAക്കായാലും അതുപോലെ തന്നെ പോലീസിൻ്റെ എക്സാംസിനായാലും പോലീസിൻ്റെ ഡ്രൈവറിൻ്റെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഫയർമാൻ്റെ ഡ്രൈവർ, എക്സൈസ്, പ്രിസൺ ഓഫീസർ ഡ്രൈവർ, ഇതിനൊക്കെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരും. അപ്പോൾ 2024 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, 2024 ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇതിൽ ഒന്നാമത്തെ ചോദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിക്കുന്നത്. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിക്കുന്നത്. 2 സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് കുമരകം, 2 ബേപ്പൂര്. കുമരകവും ബേപ്പൂരുമാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്തുവാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനത്തിന്റെ പേര് എന്താണ്? രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തിയിട്ട് മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫീസ്. എന്താ പേര്? നഫീസ്. നഫീസ് അതിൻ്റെ മുഴുവൻ പേര്, അതായത് ഫുൾ ഫോം ആയിട്ട് പറയുകയാണെങ്കിൽ നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ്. നഫീസിന്റെ മുഴുവൻ പേര് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. അപ്പോൾ എന്താണ് ഈ പറയുന്ന നഫീസ് എന്ന് പറയുന്നത്? രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തിയിട്ട് മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു സംവിധാനമാണ് നഫീസ് അഥവാ നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ദേശീയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള NIA-യുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത് ആരാണ്? ദേശീയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള NIA-യുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത് സദാനന്ദ് വസന്ത് ദാത്തെയാണ്. സദാനന്ദ് വസന്ത് ദാത്തെയാണ് NIA-യുടെ പുതിയ ഡയറക്ടർ ജനറൽ. അപ്പോൾ പഠിച്ചു വെക്കുക, ദേശീയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള NIA-യുടെ പുതിയ ഡയറക്ടർ ജനറൽ സദാനന്ദ് വസന്ത് ദാത്തെയാണ്. അടുത്ത ചോദ്യം. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാ? 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അത് അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ആരാണ് NIA-യുടെ പുതിയ ഡയറക്ടർ ജനറൽ? അത് സദാനന്ദ് വസന്ത് ദാത്തെയാണ്. സദാനന്ദ് വസന്ത് ദാത്തെയാണ് ഇപ്പോഴത്തെ നിലവിലെ NIA-യുടെ ഡയറക്ടർ ജനറൽ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ അത് അരവിന്ദ് പനഗിരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ്? ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ വളരെ പ്രസിദ്ധനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തി തന്നെയാണ്. ആരാണ്? അമിതാവ് ഘോഷാണ്. അമിതാവ് ഘോഷ്. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. അടുത്ത ചോദ്യം. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി ആരാണ്? കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളിയാണ് AS രാജീവ്. ആരാണ്? AS രാജീവ്. AS രാജീവ് ആണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 നിയമനങ്ങൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയാ? ഒന്ന് NIA-യുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? അത് സദാനന്ദ് വസന്ത് ദാത്തെയാണ്. സദാനന്ദ് വസന്ത് ദാത്തെയാണ് നിലവിലെ NIA-യുടെ പുതിയ ഡയറക്ടർ ജനറൽ. അതുപോലെ 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗിരിയ. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗിരിയ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി AS രാജീവ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളി AS രാജീവ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം.
MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് ആരാണ്? MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കമ്പോജ് ആണ്. പ്രൊഫസർ BR കമ്പോജ് ആണ് MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത്. പ്രൊഫസർ BR കമ്പോജ് ആണ് MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം, പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂള് 2024 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൈനിക സ്കൂള് എവിടെ ഉദ്ഘാടനം ചെയ്തത്? അത് ഉത്തർപ്രദേശിലെ വൃന്ദാവൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉത്തർപ്രദേശിലെ വൃന്ദാവൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൈനിക സ്കൂള് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് എന്നാ ചോദിക്കുന്നത്. എവിടെയാണത്? അത് വിജയവാഡയിലാണ്. വിജയവാഡയിലാണ് ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ പേരാണ് അടൽ സേതു. അതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. അപ്പൊ പഠിച്ചു വെക്കുക, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതു അഥവാ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്തിട്ട് പെട്ടെന്ന് വരാം. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് കുമരകവും ബേപ്പൂരുമാണ്. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താനായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫീസ്. നഫീസിന്റെ മുഴുവൻ പേര് പറയുവാണെങ്കിൽ നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ്. അതുപോലെ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് സദാനന്ദ് വസന്ത് ദാത്തയാണ്. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാഭ് ഘോഷ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളി AS രാജീവ്. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രൊഫസർ BR കമ്പോജ് ആണ്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൈനിക സ്കൂള് 2024 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ വൃന്ദാവൻ. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വിജയവാഡ. അതുപോലെ തന്നെ നമ്മൾ അവസാനമായി പഠിച്ചത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം എവിടെയാണെന്ന് ചോദിച്ചാൽ അടൽ സേതു ആണത്. മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത കറണ്ട് അഫയേഴ്സിൽ കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ്. അടുത്ത ചോദ്യം, 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതൊക്കെ നഗരങ്ങളാണ് എന്നാണ് ചോദിക്കുന്നത്. 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം എന്ന് പറയുമ്പോൾ 2024 കറണ്ട് അഫയേഴ്സ് ആണോ? തീർച്ചയായിട്ടും. അത് 2023 അവാർഡ് പ്രഖ്യാപിക്കുന്നത് 2024 അപ്പോൾ അതും കൂടെ പഠിച്ചു വെക്കാം. 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സൂററ്റും ഇൻഡോറുമാണ്. 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ആരാണ്? റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ചിട്ടുള്ള ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ ശ്വേത കെ സുഗതനാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ചിട്ടുള്ള ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ. അടുത്ത ചോദ്യം,
ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? AI നഗരം എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരം നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരം അഥവാ AI നഗരം നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് നമ്മുടെ സുപ്രീം കോടതി. എപ്പോഴാണ് സുപ്രീം കോടതി സ്ഥാപിതമായത്? ഏത് വർഷം? 1950 അപ്പോൾ 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. 1950 സുപ്രീം കോടതി സ്ഥാപിതമായത്. ആ ഒരു പോയിന്റ് കൂടി അവിടെ ഓർത്തു വെച്ചേക്കാം. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം ഏതാണ്? തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഇത് തമിഴ്നാട്ടിലെ ഈറോഡിനടുത്താണ്. ഈറോഡിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഇത് തമിഴ്നാട്ടിലെ ഈറോഡിന് അടുത്താണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമാകുന്നത് എന്ന് ചോദിച്ചാൽ അത് പാറ്റ്നയിലാണ്. പാറ്റ്ന. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാറ്റ്നയിലാണ്. അടുത്ത ചോദ്യം, 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡിലാണ് 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈഫൽ ടവർ ആണ്. ഈഫൽ ടവർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാരീസിലാണ് അല്ലെ? പാരീസിലെ ഈഫൽ ടവറിലാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായിട്ടുള്ള UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. UPI ആയിട്ട് ബന്ധപ്പെട്ട, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫൽ ടവർ ആണ്. പാരീസിലാണ് ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം ഏതാണ്? ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെ നഗരം, അതുപോലെ തന്നെ ഇന്ത്യയിലെ 1ാമത്തെ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബംഗളൂരു ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ബംഗളൂരു ആണ്. ബംഗളൂരു. അടുത്ത ചോദ്യം, അന്തരിച്ച ഷാഹുൽ ഹമീദ്, ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ AR റഹ്മാനാണ്. അന്തരിച്ച ഷാഹുൽ ഹമീദ്, ബംബ ഭാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ അത് AR റഹ്മാനാണ്. അപ്പോൾ ഇതുവരെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് സ്ഥിതി ചെയ്യുന്നത് പെഞ്ച് ടൈഗർ റിസർവിലാണ്. പെഞ്ച് ടൈഗർ റിസർവ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിലാണ്. 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സൂററ്റും ഇൻഡോറുമാണ്. സൂററ്റും ഇൻഡോറും. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യത്തെ വനിത IPS ഉദ്യോഗസ്ഥ ശ്വേത കെ സുഗതനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. 1950 സുപ്രീം കോടതി നിലവിൽ വന്നത്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ഈ റോഡിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാറ്റ്നയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? പാറ്റ്നയിലാണ്.
2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡ് ആണ്. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫൽ ടവർ ആണ്. പാരീസിലാണ് ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെ നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് ബംഗളൂരുവാണ്. അന്തരിച്ച ഷാഹുൽ ഹമീദ്, ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാണ് AR റഹ്മാൻ. ഓക്കെ, അത്രയും പഠിച്ചല്ലോ. ഇനി അടുത്ത സെഷനിലേക്ക്. 2024 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം എത്ര രൂപയുടേതാണ്? 2024 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുറത്തിറക്കിയ നാണയം എത്ര രൂപയുടേതാണ് എന്ന് ചോദിച്ചാൽ അത് 75 രൂപയുടേതാണ്. എത്ര രൂപയുടെയാണ്? 75 രൂപയുടേതാണ്. കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക് ആണ്. പ്രീതി രജക് കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം കൈവരിച്ചത് പ്രീതി രജക്. ഓക്കെ, അടുത്ത ചോദ്യം. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം എവിടെയാണ് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ നവി മുംബൈയിലാണ്. എവിടെയാണ്? നവി മുംബൈയിൽ. അടുത്ത ചോദ്യം. 2024 ഭാരത് രത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചവർ ആരൊക്കെയാണ്? 2024 ഭാരത് രത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചവര് PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. ഇങ്ങനെ 4 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ ഈ ഒരു PSC ബുള്ളറ്റിൽ നൽകിയിരിക്കുന്നത്. 2024 ഭാരത് രത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചവര് PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി ടാക്കൂർ. അടുത്ത ചോദ്യം. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യത്തിന്റെ പേര് എന്താണ്? 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ചോദിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള രക്ഷാദൗത്യങ്ങളൊക്കെ നമ്മുടെ PSCയുടെ എക്സാമിന് ഒരുപാട് കണ്ടുവന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. അടുത്ത ചോദ്യം. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനായ അസാം സ്വദേശിനി ആരാണ്? പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനായ അസാം സ്വദേശിനിയാണ് പാർവതി ബർവ. പാർവതി അല്ല, വായല്ല, ബായാണ്, ബാബ. അപ്പോൾ പാർവതി ബർവയാണ് പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ. അപ്പോൾ ചിലപ്പോൾ ഇത് പത്മശ്രീ എന്നൊന്നും പറയില്ലായിരിക്കും. ചിലപ്പോൾ ചോദ്യം ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരെയെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ഏത് സംസ്ഥാനക്കാരിയാണെന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കാം. അസാംകാരിയാണ്, പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ആളുടെ പേര് പാർവതി ബർവ. അടുത്ത ചോദ്യം. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലെ പൊഖ്രാനിൽ വെച്ചാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത്. അടുത്ത ചോദ്യം. ജമ്മു കാശ്മീരിലെ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സർവശക്തി എന്ന പേരിലാണ്. ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സർവശക്തി. അടുത്ത ചോദ്യം. ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ്? ഇന്ത്യൻ കരസേനയും
വ്യോമസേനയുമായിട്ട് നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഡെവിൾ സ്ട്രൈക്ക്. എന്താ പേര്? ഡെവിൾ സ്ട്രൈക്ക്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഡെവിൾ സ്ട്രൈക്ക്. അടുത്ത ചോദ്യം, 2024 ജനുവരി മാസം രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ. ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ചോദ്യം നേരെ തിരിച്ചും ചോദിക്കാം. ഡെസേർട്ട് സൈക്ലോൺ 2024 ജനുവരിയിൽ നടന്ന സംസ്ഥാനം ഏതെന്ന് ചോദിക്കാം. ഏതാണ്? അത് രാജസ്ഥാനാണ്. ഇനി ഡെസേർട്ട് സൈക്ലോൺ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനികാഭ്യാസമാണെന്ന് ചോദിക്കാം. ഏതൊക്കെ രാജ്യങ്ങളാ? ഇന്ത്യയും UAEയുമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് ഡെസേർട്ട് സൈക്ലോൺ. നമുക്കൊന്നുകൂടി ഒന്ന് റിവിഷൻ അടിച്ചിട്ട് വരാം. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയ നാണയമാണ് 75 രൂപ നാണയം. കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക്കാണ്. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നവി മുംബൈ ആണ്. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചവർ ആരൊക്കെയെന്നാണ് ചോദിക്കുന്നത്. മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചവരാണ് PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. ഈ 4 പേർക്കും എന്താണ് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന ലഭിച്ചിട്ടുള്ളത്. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൌത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. അടുത്ത ചോദ്യം, പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനായ അസാം സ്വദേശിനി പാർബതി ബർവ. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത് എവിടെ വെച്ചാണ്? അത് രാജസ്ഥാനിലെ പൊഖ്രാനിൽ വെച്ചാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി നടന്നത്. രാജസ്ഥാനിലെ പൊഖ്രാനിൽ വെച്ച്. ജമ്മു കാശ്മീരിലെ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? അത് ഓപ്പറേഷൻ ശക്തി എന്ന പേരിലല്ല, ഓപ്പറേഷൻ സർവശക്തി. ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായിട്ട് നടത്തുന്ന സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഡെവിൾ സ്ട്രൈക്ക്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഡെവിൾ സ്ട്രൈക്ക്. 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് ഡെസേർട്ട് സൈക്ലോൺ. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങള്, നെബുലകൾ, പൾസറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യത്തിന്റെ പേര് എന്താണ്? തമോഗർത്തങ്ങള്, ന്യൂട്രോൺ നക്ഷത്രങ്ങള്, നെബുലകൾ, പൾസറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരി 1 ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്, എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. എക്സ്പോസാറ്റ് അഥവാ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. എക്സ്പോസാറ്റ് അഥവാ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കാം. തമോഗർത്തങ്ങള്, ന്യൂട്രോൺ നക്ഷത്രങ്ങള്, നെബുലകള്, പൾസറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ് അഥവാ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. ഇത് നേരെ തിരിച്ചും ചോദിക്കാം. എങ്ങനെയും ചോദിക്കാം. എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് എന്നാണ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് എന്തിനാണ് എന്ന് ചോദിക്കാം. രണ്ടും പഠിച്ചു വെക്കാം. എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് എന്തിനാ? തമോഗർത്തങ്ങള്, ന്യൂട്രോൺ നക്ഷത്രങ്ങള്, നെബുലകള്, പൾസറുകളുടെ തുടങ്ങിയവയുടെ പഠനത്തിനാണ്. എപ്പോഴാണ് വിക്ഷേപിച്ച്? 2024 ജനുവരി 1 വിക്ഷേപിച്ച്. ഓക്കെ, അടുത്ത ചോദ്യം. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്?
ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. ഓക്കെ, എക്സ്പോസാറ്റ് നമ്മളിപ്പോൾ പഠിച്ച സാധനം തന്നെ. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് എക്സ്പോസാറ്റ് ആണ്. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അത് ഇൻസാറ്റ് 3DS ആണ്. ഇൻസാറ്റ് 3DS. ഇതിന്റെ ഈ ഒരു ഇൻസാറ്റ് 3DS വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ അത് GSLV F-14 ആണ്. GSLV F-14 ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കാം. 2024 ഫെബ്രുവരി മാസം വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഇൻസാറ്റ് 3DS. വിക്ഷേപണ വാഹനം ഇൻസാറ്റ് 3DS വിക്ഷേപിച്ച വാഹനം ഏത് എന്ന് ചോദിച്ചാൽ അത് GSLV F-14. GSLV F-14. 40 അല്ല, 14. ഓക്കെ. അടുത്ത ചോദ്യം, ISRO വിക്ഷേപിച്ച ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം ഏതാണ്? ISRO വിക്ഷേപിച്ച ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം 3. എന്താ പേര്? പോയം 3. ഇതിന്റെ മുഴുവൻ പേര് ചോദിക്കുവാണെങ്കിൽ PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ. അതാണ് പോയത്തിന്റെ മുഴുവൻ പേര്. ഓക്കെ, എന്താണ്? PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ. അതാണ് പോയം. പോയം 3യുടെ മുഴുവൻ പേരാണ് PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ 3. ഓക്കെ. അടുത്ത ചോദ്യം, തുടർച്ചയായിട്ട് 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? അറിയാലോ നിങ്ങൾക്ക്. അത് നിർമ്മല സീതാരാമനാണ്. തുടർച്ചയായിട്ട് 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമനാണ്. അടുത്ത ചോദ്യം, ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണർ ആരാണ്? ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണർ ആരാണ്? ഇദ്ദേഹം ഒരു മലയാളി കൂടിയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പേര് CV ആനന്ദ ബോസ്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ്. അടുത്ത ചോദ്യം, മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ദവുലൂരി ആണ്. ആരാണ്? പവൻ ദവുലൂരി. ഒന്നുകൂടെ പറയാം, മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ദവുലൂരി. പവൻ എന്തെങ്കിലും പഠിച്ചു വെക്കുക. ആ ദവുലൂരി പഠിച്ചിട്ടില്ലെങ്കിലും പവൻ എന്തെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജനാണ് പവൻ ദവുലൂരി. അടുത്ത ചോദ്യം, അപരിചിതരായിട്ടുള്ള സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗിക അതിക്രമണമായിട്ട് കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ്? നല്ല ചോദ്യം അല്ലേ? അപരിചിതരായിട്ടുള്ള സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ, അതായത് നോർമൽ ആയിട്ടോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗിക അതിക്രമമായിട്ട് കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് നമ്മുടെ കൽക്കട്ട ഹൈക്കോടതി. ഏതാ ഹൈക്കോടതി? നമ്മുടെ കൽക്കട്ട ഹൈക്കോടതിയാണ്. അടുത്ത ചോദ്യം, ചാന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് എന്താണ്? ചാന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് ശിവശക്തി പോയിന്റ് എന്നാണ്. എന്താ പേര്? ശിവശക്തി പോയിന്റ്. ചോദ്യം ഒന്നുകൂടെ, ചാന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് ശിവശക്തി പോയിന്റ്. നമുക്ക് ചോദ്യം ഒന്നുകൂടെ റിവിഷൻ ചെയ്തിട്ട് വരാം.
തമോഗർത്തങ്ങള്, ന്യൂട്രോൺ നക്ഷത്രങ്ങള്, നെബുലകള്, പൾസറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ് അഥവാ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. അടുത്ത ചോദ്യം, ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന എക്സ്പോസാറ്റ് ആണ്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചത് ഏത് വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് GSLV F14, GSLV F14. അടുത്ത ചോദ്യം, ഇതിനെ കൊണ്ട് വലിയ മെനക്കേടായില്ല, ചൂടായിട്ടാണ് ഇത് ജനലൊക്കെ തുറന്നേക്കുന്നത്. നോക്കുമ്പോൾ നല്ല കാറ്റ് പുറത്തുനിന്ന് അടിക്കുന്നുണ്ട്, ഫാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, എന്ത് ചെയ്യാം, നല്ല ചൂടായി ഇവിടെ എറണാകുളത്ത്. ഓക്കെ, അടുത്ത ചോദ്യം, ISRO വിക്ഷേപിച്ച ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ISRO വിക്ഷേപിച്ച ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം POEM-3 എന്നാണ് അതിന്റെ പേര്. എന്താ പേര്? POEM-3. POEM-3 എന്ന് പറയുന്നത് എന്താ അതിന്റെ മുഴുവൻ പേര്? PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മോഡ്യൂൾ. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മോഡ്യൂൾ. അടുത്ത ചോദ്യം, തുടർച്ചയായിട്ട് 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ, എല്ലാവർക്കും അറിയാലോ. അടുത്ത ചോദ്യം, ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ്. എന്താ പേര്? ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മലയാളിയായിട്ടുള്ള CV ആനന്ദ ബോസ് ആണ്. അടുത്ത ചോദ്യം, മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ആര് എന്ന് ചോദിച്ചാൽ അത് പവൻ ദവുലൂരിയാണ്. പവൻ ദവുലൂരി. അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗിക അതിക്രമമായി കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏത് എന്ന് ചോദിച്ചാൽ അത് കൽക്കട്ട ഹൈക്കോടതിയാണ്. ചാന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് ശിവശക്തി പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന PSC ബുള്ളറ്റിനിൽ ആ ഒരു എന്താ പറയുക ഒരു പേജ് ഉണ്ടല്ലോ, ഒരു പേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 4 സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4. ഓക്കെ, ഈ 4 സെക്ഷൻ തീർത്തിട്ടുണ്ട്. 4 സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെ പിന്നെ വായിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഒന്നുകൂടി റിവിഷൻ അടിക്കുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരെ വായിച്ച് ഒരിക്കൽ റിവിഷൻ അടിക്കും, ഇവിടം തൊട്ട് ഇവിടം വരെ വായിച്ച് വീണ്ടും ഒന്ന് റിവിഷൻ അടിക്കും, പിന്നെയും ഇവിടം തൊട്ട് ഇവിടം വരെ വായിച്ച് എന്താ പറയുക റിവിഷൻ അടിക്കും. അങ്ങനെ നമ്മൾ ഒരു 2 തവണ ഈ ഒരു പേജ് വായിച്ചിട്ടുണ്ട്. പറ്റുന്ന അത്ര തവണ നിങ്ങൾ ഒന്നുകിൽ വീഡിയോ കേൾക്കാം, അല്ലെങ്കിൽ വീഡിയോ കേൾക്കുന്ന അതേ ടൈമിൽ തന്നെ ഈ പറയുന്ന നോട്ടുകൾ എഴുതിയെടുക്കാം, എന്നിട്ട് അതെന്ത് ചെയ്യുക റിപ്പീറ്റ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു എന്താ പറയുക ചെറിയൊരു ക്ലാസ് മോഡൽ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. ഓക്കെ.